ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് ഡ്രസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ് എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ലെങ്ത് ഞാനിവിടെ 9 ഇഞ്ചസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് 6 ഇഞ്ചസ്. ഓക്കെ, ഫോൾഡാക്കി ഇട്ടിട്ട് 6 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ്, നെക്ക് ലെങ്ത് 2 ഇഞ്ചസ് തന്നെയാണ്. ഇനി ആ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് നമുക്ക് ആം ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെയിം ലെങ്തിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സ്കേർട്ടിൻ്റെ പോർഷനാണ്. സ്കേർട്ടിൻ്റെ പോർഷനിൽ നമുക്ക് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡാക്കി കൊടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമ്മൾ വിഡ്ത്ത് 6 ഇഞ്ചസ് ആണല്ലോ. 6 + 6 12 ഇഞ്ചസാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചസ് നമുക്ക് അലവൻസും കൂടി കൊടുക്കാം. അപ്പോൾ 12.5 ഇഞ്ചസാണ് സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. 4ആയിട്ട് മടക്കിയിട്ട് 12.5 ഇഞ്ചസ് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 2 പീസ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ട്രൈറ്റ് പീസ് അല്ലെങ്കിൽ ക്രോസ് പീസ് ആയാലും മതി. നമുക്ക് വള്ളി കൊടുക്കാൻ വേണ്ടി, ഷോൾഡറിൽ വള്ളി കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ലൈനിങ് എടുക്കാം. ലൈനിങ് കോട്ടൺ തന്നെ എടുക്കണം. കുഞ്ഞു ബേബീസാണ്, ന്യൂ ബോൺ ബേബീസിന് നമ്മൾ കോട്ടൺ ലൈനിങ് തന്നെ എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ അതും കൂടി. ഇനി നമുക്കിതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്യൽ, ബാക്കിയുള്ള 3 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം മറിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കാം. 2 പോർഷനും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ നോട്ട്സസ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ പ്ലേറ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ പോർഷനിൽ വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് മുകളിലേക്ക് വിട്ടിട്ട് നമ്മൾ നോർമലി പൈപ്പിംഗ് ചെയ്യില്ലേ, അതുപോലെ പൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിലും കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചസ് വിട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് ആം ഹോൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അവിടെയും ഇതുപോലെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോട്ടം പോർഷൻ ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചെസ്റ്റിൻ്റെ പോർഷനിൽ ഒരു ബോയൊക്കെ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലവറൊക്കെ ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.